ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉടനെ അമിത്ഷായെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അമിത്ഷാ വിചാരിച്ചാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭരണഘടന അപകടത്തിലാണ് പിതാവേ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അങ്ങ് നന്ദി പറഞ്ഞത്? ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ലേ? ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടാൽ ഒരാൾക്ക് ജാമ്യം കിട്ടാനും ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാനും കഴിയുമെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല, ആ സംവിധാനത്തിൻ്റെ പേര് ഫാസിസം എന്നാണ്. അപ്പോൾ താങ്കൾ നന്ദി പറഞ്ഞത് ഫാസിസ്റ്റായ ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് നന്ദി പറഞ്ഞിറങ്ങി തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത വന്നില്ലേ? ഒഡീഷയിൽ ബെൽസോറിലെ 2 പ്രധാനപ്പെട്ട പിതാക്കന്മാരെയാണ് ബജരംഗദൾ പ്രവർത്തകർ ആക്രമിച്ചത്. കന്യാസ്ത്രീകളെയാണ് കയ്യേറ്റം ചെയ്തത്. അവിടെ എന്താണ് അവർ ചെയ്ത കുറ്റം? മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിഷപ്പ് പാമ്പാനി പിതാവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടപ്പിലാക്കിയ 6 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. 10 സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറെക്കുറെ ഭരിക്കുന്നത് BJP ആണ്. അതിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 4 പ്രധാനപ്പെട്ട സർക്കാരുകൾ കോൺഗ്രസ് സർക്കാരിൻ്റെതും മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 6 സർക്കാരുകൾ BJP സർക്കാരിൻ്റെതുമായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും CPM ഭരിച്ച ഒരു സംസ്ഥാനത്ത് പോലും മതപരിവർത്തന നിയമം ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല.